പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഒരു സാധാരണക്കാരൻ, അയാളുടെ കയ്യിൽ നിന്നാണ് IOC DGM ഇപ്പോൾ പണം വാങ്ങിയിരിക്കുന്നത്. അത് കൈയോടെ തന്നെ പിടിക്കുകയും ചെയ്തു, വിജിലൻസിൻ്റെ പിടിയിലാകുകയും ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെടുമ്പോൾ, ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഈ പൊതുജനങ്ങൾ പലപ്പോഴും പരാതിപ്പെടാൻ പേടിക്കാറുണ്ട്. അതൊരു വർദ്ധിച്ചു വരുന്ന പ്രവണത തന്നെയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും പല ഉദ്യോഗസ്ഥർക്കും ഒരു വീണ്ടും കൈക്കൂലി ചോദിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നതും, അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മുന്നിലെത്തും ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഓരോ എത്രമാത്രം കൈക്കാൻ യോഗ്യമാണ് എന്നുള്ളത് ഇവരൊക്കെ നികുതി പണം ഇട്ട് ഇവരൊക്കെ നിൽക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സർക്കാർ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാര്. നല്ല നിലയിൽ നല്ല തുക റിട്ടയർ ചെയ്യുന്ന 40-50 രൂപ അവരുടെ ആനുകൂല്യങ്ങളോടുകൂടി റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ അത്യാർത്ഥി ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നത്. അതും 1000 ആളെയാണ് പിടിക്കപ്പെടുന്നത്. ഈ പിടിക്കുന്ന 1000-ൽ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും. 6 മാസക്കാലം ഇതിനകത്ത് സസ്പെൻഷൻ കാലത്ത് പുറത്തു നിർത്തും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സർവീസിൽ എടുത്തു കഴിയുമ്പം ഈ സസ്പെൻഷൻ കാലത്തെ ശമ്പളവും കൂടെ കൊടുക്കും. അവിടെയും നഷ്ടം ജനങ്ങൾക്കാണ്. ഇവരുടെ നികുതി ജനങ്ങളുടെ നികുതി സസ്പെൻഷൻ കാലത്തും ജോലി ചെയ്യാത്ത ഈ ജോലിക്കാരന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കാതെ ഈ കൈക്കൂലി ഒരു അറുതി വരില്ല. ചില സമയത്തൊക്കെ നമുക്കൊക്കെ തോന്നും ഈ ലെ പോലെ നിയമങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വരണം ഉള്ളത്. സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ നിയമം വരുന്നത് കൊണ്ട് യാതൊരു അപകടവുമില്ല. ഇതുപോലെയുള്ള കൈക്കൂലി ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ വെടിവെച്ച് കൊല്ലുകയും തെരുവിൽ ചാട്ടവാറിനടിക്കുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവും. ഇവർക്കൊക്കെ ജീവിക്കാനുള്ള സമ്മർദ്ദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം. സെക്രട്ടേറിയറ്റിന് പിന്നില് 237 രൂപ ദിവസം ശമ്പളത്തിന് ചെയ്യുന്ന ആശാവർക്കർ അവർക്ക് കൈക്കൂലി വാങ്ങിക്കാൻ അവസരമില്ല. എങ്കിൽ പോലും അങ്ങനെ ജീവിക്കാൻ വേണ്ടി എങ്കിൽ അതിനൊരു വേണമെങ്കിൽ സ്വീകരണം. പക്ഷെ എന്നിട്ട് കൈക്കൂലി വാങ്ങിയുന്നത് കുറ്റകരമായ സർക്കാർ ഓഫീസിന് മുന്നിലും വലിയ ബോർഡ്. ഈ കൈക്കൂലി മേടിച്ച ഉദ്യോഗസ്ഥന്റെ ഓഫീസ് നിങ്ങളത് പോയി പരിശോധിക്കുക. മിക്കവാറും അദ്ദേഹം ഈ ഇരിപ്പിടത്തിന് മഹാത്മാഗാന്ധിയുടെ പടവും അതിനിപ്പറേ കൈക്കൂലി വാങ്ങുന്നത് ശിക്ഷാർഹമാണ്. അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വിജിലൻസിനെ അറിയിക്കാനുള്ള ഒരു ബോർഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കുന്ന പോലും ഇവരെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ മുഖം നോക്കാതെ, രാഷ്ട്രീയം, മതം ഒന്നും നോക്കാതെ അവരെ സർവീസിന് തന്നെ ഡിസ്ട്രിക്ട് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒരു മുന്നറിയിപ്പാകും. അതുകൊണ്ട് ഇപ്പൊ ഈ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കുന്നത് പിടിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥ നേരിട്ട് പോയി ആശുപത്രി കിടക്കാം. അപ്പൊ അങ്ങനത്തെ പഴുതുകൾ ഉപയോഗിച്ച് എല്ലാവരും രക്ഷപ്പെടുകയാണ്. ആ കണക്കേട് അല്ലെങ്കിൽ പണം കിട്ടുമ്പം മറയ്ക്കുമെന്നാ പറയുന്നത്. ഇങ്ങനെ വാർത്ത വരുമ്പം അവരുടെ മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്ന ചെറുക്കൻ വേണേ പിൻവാങ്ങി പോകാം. ചിലപ്പം ഇന്നത്തെ ചെറുപ്പക്കാരോർക്കും അമ്മയപ്പൻ ത്രോക കൈക്കൂലി മേടിക്കുന്നതാണ്, ആ പെണ്ണെ തന്നെ കിട്ടിയേക്കാം എന്നും വേണേ കരുതാൻ മേലാഴുകയില്ല അങ്ങനെ നമ്മുടെ സമൂഹം. അതുകൊണ്ട് ഇതൊരു ദയയും കൂടെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നടപടി സ്വീകരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ചെയ്യാവുന്ന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.